കാനഡയിലെ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിൽ വിദ്യാർത്ഥി സമരം ശക്തിയാർജിക്കുന്നു. ജനസംഖ്യാ വർധനവിനെ തുടർന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികളെ നാട് കടത്താനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് സമരം. ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കുടിയേറ്റ നിയമങ്ങളിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്തിയതോടെ കാനഡ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിലെ നൂറുകണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ നാടുകടത്തൽ ഭീഷണിയിൽപ്പെട്ടിരിക്കുകയാണ്. കാനഡയിൽ തുടരുവാൻ വർക്ക് പെർമിറ്റ് കാലാവധി നീട്ടി നൽകണമെന്നും ഇമിഗ്രേഷൻ നയത്തിൽ വരുത്തിയ മാറ്റങ്ങൾ പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനങ്ങളുമായി വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. ജനസംഖ്യയിൽ കുത്തനെ വർധനവുണ്ടായതിനെ തുടർന്ന് പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് അതിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിലും പാർപ്പിട അടിസ്ഥാന സൗകര്യങ്ങളിലും വലിയ പ്രതിസന്ധി നേരിടുകയാണെന്നാണ് അധികൃതർ പറയുന്നത്. ഇതിനൊരു പ്രതിവിധിയായി കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിന് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിലെ കുടിയേറ്റ നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ അടുത്ത കാലത്ത് വരുത്തിയിരുന്നു. ഇതോടെ കാനഡയിലെത്തിയ അന്തർദേശീയ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവി ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. കാനഡ ഗവൺമെന്റ് ഇമിഗ്രേഷൻ നിയമങ്ങൾ പെട്ടെന്ന് മാറ്റുകയും അവർക്ക് വർക്ക് പെർമിറ്റ് നിരസിക്കുകയും ചെയ്തതായി പ്രതിഷേധിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. ബിരുദം നേടിയെങ്കിലും ഈ വിദ്യാർത്ഥികൾ നാടുകടത്തൽ ഭീഷണിയിലാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഷാർലറ്റ് ടൗണിൽ മെയ് 9 25 വിദ്യാർത്ഥികളുമായി ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ പേർ അണിനിരക്കുകയാണ്. ഇപ്പോൾ 500ഓളം വിദ്യാർത്ഥികൾ ഈ പ്രതിഷേധ പ്രകടനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞു. പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം അഥവാ PNB വഴി കാനഡയിൽ സ്ഥിരതാമസത്തിനായി നോമിനേറ്റ് ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുമെന്ന സർക്കാരിൻ്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഈ പ്രതിഷേധത്തിനൊക്കെ നേതൃത്വം നൽകുന്ന രൂപീന്ദർ പാൽ സിംഗ് പറയുന്നു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ പ്രത്യേക യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമായി ബിരുദാനന്തര വർക്ക് പെർമിറ്റ് പരിമിതപ്പെടുത്തുന്ന നിയമം പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിലെ ഭരണകേന്ദ്രങ്ങൾ പാസാക്കിയിരുന്നു. നിർമ്മാണം, വീട് നിർമ്മാണം, ആരോഗ്യ സംരക്ഷണം എന്നീ മേഖലകളിൽ യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇപ്പോൾ പെർമിറ്റ് അനുവദിക്കുന്നത്. ഈ വർഷം ആദ്യം മാനിറ്റോബയിലും സർക്കാർ സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ പ്രതിഷേധത്തെ തുടർന്ന് കാനഡ സർക്കാർ ബിരുദാനന്തര വർക്ക് പെർമിറ്റ് 2 വർഷത്തേക്ക് നീട്ടിയിരുന്നു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.